തിരുവനന്തപുരം നഗരസഭാ മേയർ ബി രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷേട്ടാ, കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള പ്രശ്നമാണ് നഗരസഭയിലെ ചില മേഖലകളിലെ തെരുവ് വിളക്കുകൾ കത്താത്തത്. പെരുമാറ്റച്ചട്ട ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇടപെടുന്നതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഇടപെടൽ വൈദ്യുതി വകുപ്പും അതുപോലെ തന്നെ കോർപ്പറേഷൻ തമ്മിലൊരു ഏകോപന നടപടി ഉണ്ടായെന്ന് അറിയുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ലൈറ്റ് ഫ്യൂസ് ആകുമ്പോഴേക്കും അത് മാറ്റാൻ വേണ്ടി ഇലക്ട്രിക് ലൈൻ നിശ്ചിത സമയത്തേക്ക് ഓഫ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അത് പറയുമ്പോഴേക്കും ഇലക്ട്രിസിറ്റി ബോർഡിന് അവരുടേതായ ചില പരിമിതികളുണ്ട്. കാരണം അവർക്ക് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ഫ്യൂസ് ആകുമ്പോഴേക്കും മാറ്റി ലൈൻ ഓഫ് ചെയ്യാനുള്ള പരിമിതിയുണ്ട്. എന്നാൽ ഏതു തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മറ്റൊന്ന് KRFB കേരള റോഡ് ഫണ്ടിൻ്റെ ഉടമസ്ഥയിലുള്ള ആയിരക്കണക്കിന് ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകളുടെ കാര്യത്തിൽ അവരാണ് പരിഹരിക്കേണ്ടത്. അവർക്കതിന് ഫണ്ടുണ്ട്, അവരുടെ ഉടമസ്ഥയിലുള്ളതാണ്, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. ഈ റോഡിൻ്റെയൊക്കെ മീഡിയനിലിരിക്കുന്ന ലൈറ്റ് പലതും KRFBയുടേതാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിക്കും PWDയുടെ ഉൾപ്പെടെ ലൈറ്റുകളുണ്ട്. അതാത് ഡിപ്പാർട്ട്മെൻറ്റാണ് പരിഹരിക്കേണ്ടത്. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകൾ ഞങ്ങൾ 3 കമ്പനികൾക്ക് കരാർ കൊടുത്തിട്ടുണ്ട്. ആ കമ്പനികളുമായിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. KSEBയുമായിട്ടുള്ള ഈ സാങ്കേതിക പ്രശ്നത്തിലൊരു പരിഹാരം കൂടെ കണ്ടെത്തുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കും. അതിനുള്ള നടപടികൾ ഞങ്ങൾ കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു കൺട്രോൾ റൂം കോർപ്പറേഷൻ തന്നെ ഉണ്ട്. തുടർച്ചയായി 2 ദിവസം ഇത് ഒരു ഇടപെടൽ നടത്തിയില്ല എങ്കിൽ പിഴ ഈടാക്കാനുള്ളൊരു റൈറ്റ്സ് കോർപ്പറേഷൻ ഉണ്ടോ ഈ കരാർ കമ്പനിക്കെതിരെ? അതായത് 48 മണിക്കൂർ തുടർച്ചയായിട്ട് ലൈറ്റ് ഓഫായി കിടന്നാൽ, ഇപ്പോൾ ഒരു ലൈറ്റ് ഓഫാകുമ്പോൾ തന്നെ ഞങ്ങളുടെ മോണിറ്ററിംഗ് സെൻറ്ററിൽ ഈ വിവരം വരും. 48 മണിക്കൂറിൽ കൂടുതൽ ലൈറ്റ് ഓഫായി കിടന്നാൽ കമ്പനികൾക്ക് പിഴ ഈടാക്കാൻ ഉണ്ട്. അവർക്ക് മാസാമാസം കൊടുക്കുന്ന തുകയിൽ ഞങ്ങളത് കുറയ്ക്കും. ഇപ്പോൾ ലൈൻ ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, സാങ്കേതികപരമായ പ്രശ്നങ്ങൾ KSEB നേരിടുന്നുണ്ടോ? അല്ല, അതൊക്കെ ഒന്നും ബോധപൂർവം സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഒരു 2-3 ദിവസം മുൻപാണ് ചില കൗൺസിലർമാർ പറഞ്ഞത്, കൊണ്ടിടുന്ന പോസ്റ്റുകൾ വേറെ എവിടെയെങ്കിലും കിടന്ന പോസ്റ്റുകളാണ് കൊണ്ടിരുന്നതെങ്കിൽ അതിൽ പലതിലും പഴയ നമ്പറായിരിക്കും. അപ്പോൾ ഈ നമ്പർ കൗൺസിലർമാർ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ എഴുതിയോ കൺട്രോൾ റൂമിൽ അറിയിക്കുമ്പോഴേക്കും ഇവർ ചെന്ന് നോക്കുമ്പോഴേക്കും ആ സ്ഥലത്തല്ലേ പോസ്റ്റ് കിടക്കുന്നത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ചില കൗൺസിലർമാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ വേണ്ടി KSEBയുമായിട്ട് വീണ്ടും ചർച്ച നടത്തണം. ഏതായാലും നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ തെരുവ് വിളക്കുകൾ കത്താതിരുന്നത്. എന്തായാലും KSEBയുമായിട്ടുള്ള ഒരു ഏകോപനമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മേയർ ബി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.